negation of for all x px is if and only if there exists an x negation of px. Negation of there exists an x px is if and only if for all x negation of px. Negation of p of x is if and only if there exists an x. For all negation there exists out. E negation double negation of px out. Double negation of px is px. For there that is there exists an x px if and only if. But negation of there exists an x negation of px is if and only if there exists another negation for every x out. Double negation px, that is there exists in the negation for every for every x px. Okay, a question, a simple question. Let px and qx be defined by px is px എന്ന് വെച്ചാൽ x ഓഡിനെ px എന്ന് വിളിച്ചു, x square minus 1 ഈവൻ ആവുമ്പോൾ qx എന്ന് വിളിച്ചു. ഉറപ്പാണ്, ഇതൊക്കെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ്. Write the following statements into symbolic form and what is the negation? ഇതിനെ symbolic form എഴുതണം. ഏതാണ്? If x is odd then x square minus 1 is even. അതെല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ. ഇതിനെ symbolic ഫോമിൽ എഴുതുമ്പോൾ എന്ത് വരിക? x is odd എന്നുള്ളത് എന്താണ്? If x is odd എന്നാണ്. if ആണ് അല്ലേ? ഇവിടെ if ഒന്നുകൊണ്ടല്ലേ വന്നിരിക്കുന്നത്? if വന്നാൽ ഇംപ്ലിക്കേഷൻ ആണ്. if തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ ഇംപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഏതാ? എവിടെ നിന്ന് എങ്ങോട്ടാ? x is odd ൽ നിന്ന് x square is even. x is odd എന്ന് പറഞ്ഞാൽ px അല്ലേ? അപ്പൊ px implies qx അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം, ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ആ എക്സിന്റെ റെസ്ട്രിക്ഷൻ കൂടി കൊടുക്കണം. എന്താണ്? if x is odd then x square minus 1 is even can be symbolically by for every x അല്ലെ? ഏത് x എടുത്താലും x എവിടെ നിന്ന് എടുക്കണേ? യൂണിവേഴ്സൽ സെറ്റ്. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് ഏതെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇന്റിജേഴ്സ് ആയിരിക്കും. ഓടും ഈവൻ ഒക്കെ ആയതുകൊണ്ട് ഇന്റിജേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും x. അപ്പോൾ x is odd x square minus 1 is even. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് ഇന്റിജർ സെറ്റ് ആണ് തന്നിട്ടുണ്ട്. ഞാനത് എഴുതാത്തതാണ്. യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഇന്റിജർ സെറ്റ് ആണ്. ഹിയർ യൂണിവേഴ്സ് ഈസ് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സിന് ഡിനോട്ട് സെറ്റ് ഓഫ് ഓൾ ഇസെറ്റ് അല്ലേ? ഇസെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് എന്നല്ലേ? ഇസെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് എന്നാണ്. ശരി, സിംബോളിക് ഫോമിൽ എഴുതിയല്ലോ. ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചതേ ഉള്ളൂ. എക്സ് ഓഡ് ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഒരു ഓഡ് ഇന്റിജർ ആണ്. എക്സ് ഇപ്പൊ 5 സ്ക്വയർ മൈനസ് 1 ഈവൻ അല്ലേ? അപ്പോ എക്സ് 7 49 മൈനസ് 1 ഈവൻ അല്ലേ? അപ്പോ ദിസ് എ ട്രൂത്ത് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ദിസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലെ? ഏത് ഇന്റിജർ എക്സ് എടുത്താലും ഓക്കെ അല്ലേ? For every x px implies qx is a true statement. ഇനി the negation. The negation യോജിക്കുന്നത് what is the negation? The negation of this statement is എന്താ വരിക? എന്ത് വേണം? negation of അങ്ങനെയല്ലേ പോവുക? negation of എന്താ? p of x negation of for every x അല്ലേ? negation of for every x p of x implies q of x. p of x implies q of x. ഇതാ ചോദിച്ചിരിക്കുന്നത്. എന്റെ നെഗേഷനാ ചോദിച്ചിരിക്കുന്നത്. എന്താ വരിക? ഇതിന്റെ നെഗേഷൻ വരുമ്പോ നമ്മൾ നേരത്തെ നെഗേഷന്റെ റൂൾ തൊട്ട് മുന്നേ പഠിച്ചല്ലോ. നെഗേഷന്റെ റൂൾ പറഞ്ഞല്ലോ തൊട്ട് മുമ്പ്. അപ്പൊ ഫോർ എവരി എക്സ് എന്തായിട്ട് മാറും? ഞാൻ ഇഫ് ആൻഡ് ഓൺലി ഫോർ എവരി എക്സ് എന്തായിട്ട് മാറും? നെഗേഷൻ വരുമ്പോ ഫോർ എവരി എക്സിന്റെ നെഗേഷൻ എന്തായിട്ട് മാറും? ദേർ എക്സിസ്റ്റ് എക്സ് ആവും അല്ലെ? ഫോർ എവരി എക്സ് എന്തായിട്ട് മാറും? ദേർ എക്സിസ്റ്റ് എക്സ്. പിന്നെ നെഗേഷൻ സിമ്പിൾ അല്ലെ? നെഗേഷൻ സിമ്പിൾ
px implies qx നകത്ത് വരും. px implies qx നകത്ത് വരും അല്ലേ? px implies qx. അപ്പോൾ ഫോർ എവരി എക്സിന്റെ മാത്രം ഞാൻ അവിടെ നെഗേറ്റ് ചെയ്തോളാം. ആദ്യം there exists x എന്നാക്കി മാറ്റി. ഇനി വീണ്ടും if and only if there exists x. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ px implies qx. നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് അറിയാലോ. a implies b if and only if a implies b if and only if negation a or b. ഞാൻ നേരത്തെ പറഞ്ഞു റിസൾട്ട് negation a or b അല്ലെ? a implies b if and only if negation a or b അല്ലേ? അപ്പൊ ഇവിടെ a ന്റെ പ്ലേസിൽ px, b ന്റെ പ്ലേസിൽ qx. അപ്പൊ ഇവിടെ എന്താ വരിക? നെഗേഷൻ ഇവിടെ കിടപ്പുണ്ടേ, ആ നെഗേഷൻ അവിടെ കിടന്നോട്ടെ, ഈ നെഗേഷൻ ഇവിടെ കിടന്നോട്ടെ. ഇനി ആ ബ്രാക്കറ്റിനകത്ത് എന്ത് സംഭവിക്കും? നെഗേഷൻ ഓഫ് അല്ലെ? നെഗേഷൻ px, px-ന് മാത്രം നെഗേഷൻ px or qx, നെഗേഷൻ px or qx. ഇതല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നെഗേഷനെ ഇവിടെയും ഈ നെഗേഷനെ ഇവിടെയും കൊണ്ടുപോകാം അല്ലെ? ഓർ വരുമ്പോൾ നെഗേഷൻ രണ്ടിടത്തും കൊണ്ടുപോകാമല്ലോ. ഓർ വരുമ്പോൾ ഇവിടെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണ് ഇവിടെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാലോ. ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരിക? then by using De Morgan's law, De Morgan's law ആകുമ്പോൾ നമ്മളെ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിൽ എന്താ എഴുതിക്കുന്നത്? there exists x അല്ലേ? there exists x. പിന്നെയോ നെഗേഷൻ ഓഫ്, അവിടെയാണ് നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാൻ പോണേ അല്ലെ? എന്താവും? നെഗേഷൻ ഓഫ് നെഗേഷൻ px, ഇവിടെ ഓർ എന്നുള്ളത് തിരിച്ച് ആൻഡ് ആയിട്ട് മാറി നെഗേഷൻ ഓഫ് qx ആവും. അപ്പൊ ഇവിടെ ഈ നെഗേഷൻ ഇവിടെയും വരും, ഈ നെഗേഷൻ ഇവിടെയും വരും. അപ്പോ ഈ ഓർ എന്നുള്ളത് ആൻഡ് ആയിട്ട് മാറും. അപ്പൊ നെഗേഷൻ ഓഫ് നെഗേഷൻ px, അവിടെ ഓറാണ് കിടക്കുന്നത്, അതെന്തായിട്ട് മാറും? ആൻഡ് ആയിട്ട് മാറും. പിന്നെ അടുത്ത നെഗേഷൻ എവിടെയും വരും? qx-നും വരും. അടുത്ത നെഗേഷൻ qx-നും വരും. നെഗേഷൻ ഓഫ് qx-ഉം വരും. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ which implies there exists an x. നോക്കണ ഡബിൾ നെഗേഷൻ ഓഫ് px വന്നല്ലോ. ഡബിൾ നെഗേഷൻ ഓഫ് px നമ്മൾ എന്ത് കൊടുക്കും? px എന്ന് കൊടുക്കും. ആൻഡ് നെഗേഷൻ ഓഫ് qx, അത് വേറെ ഒന്നും ചെയ്യാനില്ല, നെഗേഷൻ ഓഫ് qx ആയിട്ട് തന്നെ കിടക്കും. അപ്പോ ഇത്രയും സിംപ്ലിഫൈ ചെയ്യാലോ. അപ്പൊ നമുക്കവിടെ ഉണ്ടായിരുന്ന ഫോർ ഓൾ എക്സ് അല്ലെ? ഫോർ ഓൾ എക്സ് px implies qx. ഫോർ ഓൾ എക്സ് px implies qx-ന്റെ നെഗേഷനാണ് ഇപ്പൊ കിട്ടിയത്. ഇനി വേറെ എന്തെങ്കിലും ആ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ഇല്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. ലെറ്റ് px ആൻഡ് qx denote the following open statements. px എന്ന് പറഞ്ഞാൽ x less than or equal to 3, qx എന്ന് പറഞ്ഞാൽ x plus 1 is odd. If the universe consists of all integers, what are the truth values of the following statements? ഒന്നാമത്തെ എന്താണ്? q of 1 അല്ലെ? ഒന്നാമത്തത് q of 1.
Q of 1 ന്റെ ട്രൂത്ത് വാല്യൂ Q of 1 എന്ന് വെച്ചാൽ എന്താണ്? Q of 1 is, ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞാല് പറഞ്ഞാലോ, ഫസ്റ്റ് A Q of 1 എന്ന് വെച്ചാൽ എന്താണ്? 1 plus 1 is odd അല്ലേ? Q of x is odd. അപ്പോൾ x plus 1 is odd. അപ്പോൾ 1 plus 1 is odd. അപ്പോൾ 2 is odd എന്നല്ലേ? 2 is odd. അപ്പോൾ ഇതെന്താവും? ഫാൾസ് ആവും. ഇത് ഫാൾസ് ആയി. അടുത്ത സെക്കൻഡ് നെഗേഷൻ P of 3 അല്ലേ? നെഗേഷൻ P of 3 എന്താ? നെഗേഷൻ ഓഫ് P of 3 എന്താ? P of 3 is x less than or equal to 3 എന്നാണ്. അപ്പോൾ 3 less than or equal to 3. 3 less than or equal to 3 ന്റെ നെഗേഷൻ എന്താ? 3 greater than 3 അല്ലേ? 3 less than or equal to 3 ന്റെ നെഗേഷൻ എന്താ? 3 greater than 3 അല്ലേ? അതും ഫാൾസ് അല്ലേ? മൂന്നാമത്തെ P of 7 or Q of 7. P of 7 or Q of 7. What is P of 7? P of 7 is 7 less than or equal to 3. Or Q of 7 എന്താ? 7 plus 1 is odd. അതെന്താണ്? 7 less than or equal to 3 or 8 is odd. അങ്ങനെയല്ലേ? ഇതിന്റെ മീനിങ് എന്താ? 7 less than or equal to 3 or 8 odd. രണ്ടും തെറ്റല്ലേ? It is a false statement. അടുത്ത് C അല്ല D. C ചെയ്തല്ലോ. D എന്താ? P of 3 O and Q of 4. P of 3 and Q of 4. P of 3 and Q of 4. What is P of 3? P of 3 is 3 less than or equal to 3. 3 less than or equal to 3. And Q of 4. Q of 4 എന്താ? 4 plus 1 is odd. 4 plus 1 is odd. അപ്പോൾ 3 less than or equal to 3 and 5 is odd. അപ്പോൾ ഇതെന്താണ്? ട്രൂ ആണല്ലേ? രണ്ടും ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈ negation of P of minus 4 അല്ലേ? negation of P of minus 4 or Q of minus 3. negation of P of minus 4 or Q of 3 അല്ലേ? negation of P of minus 4 or Q of minus 3 is equal to negation of, what is P of minus 4? P of minus 4 is minus 4 less than or equal to 3 or the Q of minus 3. Q of minus 3 and the minus 3 plus 1 is odd. Minus 3 plus 1 is odd. So negation of minus 4 less than or equal to 3 and the minus 4 less than or equal to 3 or minus 2 odd. അല്ലേ? minus 4 less than or equal to 3 minus 4 less than or equal to 3 or minus 2 odd. ഇത് ശരിയാണോ തെറ്റാണോ? അതിന്റെ നെഗേഷൻ പിന്നെ നെഗേഷൻ വരുമ്പോൾ എന്ത് വരും? ഇവിടെ
negation of negation വരുമ്പോഴേ negation of -4 less than or equal to 3 or എന്നുള്ളത് ആൻഡ് ആയിട്ട് മാറും നെഗേഷൻ ആകുമ്പോൾ negation of -2 ഓട് അപ്പോ -4 less than or equal to 3 ന്റെ നെഗേഷൻ എന്താണ് -4 greater than 3 ആൻഡ് -2 ഓടിന്റെ നെഗേഷൻ എന്താണ് -2 ഈവൻ നോക്കിയേ ഇത് രണ്ടും നോക്കിയേ -4 greater than 3 യുമാണ് -2 ഈവനുമാണ് -2 ഈവൻ ഒക്കെ അംഗീകരിക്കാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും -4 greater than 3 തെറ്റല്ലേ അപ്പോൾ ആൻഡ് വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതെന്താവും ആൻഡ് വെച്ച് പറഞ്ഞുകൊണ്ട് ഓറാണെങ്കിൽ ഒക്കെ നമ്മൾ ട്രൂ പറയായിരുന്നു ആൻഡ് ആയതുകൊണ്ട് എന്തായി ഫാൾസ് ആയി എഫ് എന്താ negation p of -4 negation p of -4 or negation q of -3 f എന്താ negation q of p of -4 or q of -3 അതല്ലേ negation p of -4 or negation q of -3 negation q of -3 അടുത്ത negation is equal to negation of p of -4 എന്താ p of -4 is p of x is x less than or equal to 3 -4 less than or equal to 3 or negation of q of -3 q of -3 q of x x plus 1 q of -3 -3 plus 1 ഓട് so negation of -4 less than or equal to 3 or negation of -2 ഓട് negation of -4 less than or equal to 3 is -4 greater than 3 or -2 odd in the meaning -2 even അല്ലേ ഇവിടെ ആൻഡ് ആയിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ ആൻഡ് ആണ് ക്വസ്റ്റ്യൻ ആൻഡ് അല്ലേ ഇവിടെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ വേണമെങ്കിൽ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടെ ക്വസ്റ്റ്യൻ ആൻഡ് ആണ് അപ്പോൾ ആൻഡ് ആവുമ്പോൾ എന്താവും അല്ലേ ശരി ഇവിടെ ആൻഡ് എന്താവും ഫാൾസ് ആവും അല്ലേ ഫാൾസ് ആവും അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞ നോക്കിയേ let px be the open statement x square is equal to 2x px be the open statement x square is equal to 2x where the universe consists of all integers determine whether each of the following statements is true or false ഓരോ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണോ തെറ്റാണോ നോക്കണം അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ p of 0 എന്ന് പറഞ്ഞാൽ എന്താണ് p of 0 is 0 square is equal to 2 into 0 അല്ലേ പിന്നെന്തായിരിക്കുന്നത് ട്രൂ അല്ലേ b p of 1 എന്താ 1 square is equal to 2 അല്ലേ 1 square is equal to 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ 1 is equal to 2 ആയി പോലെ ഫാൾസ് ആയി c p of 2 എന്താ p of 2 is 2 square is equal to 4 അല്ലേ
ട്രൂ അല്ലേ? അടുത്ത് ഡി പറയുന്നത് എന്താ? there exists an xpx, there exists an xpx. So there exists an xpx എന്താ? x square is equal to 2x, x square is equal to 2x. There exists an x such that x square is equal to 2x. x square minus 2x is equal to 0 അല്ലേ? x into x minus 2 is equal to 0 അല്ലേ? അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തൊക്കെ വരും? 0യും x minus 2 0 അല്ലെ? എക്സിന്റെ വാല്യൂ എന്തൊക്കെ വരും? 0യും വരും, x is equal to 0 into integers അല്ലേ? അപ്പോൾ there exist two integers x such that x square is equal to 2x അല്ലേ? that is there exist two integers x square is equal to 2x നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് integers ഉണ്ട്. there exist two integers, they are 0 and 2. 0 and 2, which implies it is true. Okay, for all x px, d ഇവിടെ പറഞ്ഞില്ല അല്ലേ? d എന്താ? d is ഇവിടെ ഇ ആണോ പറഞ്ഞല്ലേ? ഇവിടെ d p of minus 2 is minus 2 square is equal to 2 into minus 2. അപ്പോൾ 4 is equal to എന്താ? minus 4. ട്രൂ ആണോ? 4 is equal to minus 4 എന്നുള്ളത് തെറ്റല്ലേ? p of minus 2 തെറ്റാണ്. അടുത്തത് ഇ എന്താണ്? there exists an xpx, there exists an xpx ആണ് ചെയ്തത്. അടുത്ത് f ആണ്. f എന്താ? for all xpx. ഇവിടെ മാറ്റേണ്ടത് ഇവിടെ ആയിരുന്നില്ലല്ലോ. നെക്സ്റ്റ് ഇവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, for all x px അല്ലെ? സിക്സ്ത് ക്വസ്റ്റ്യൻ, for all x px, for all x px. for all x px, for all x x square is equal to 2x. ഇവിടെ എല്ലാ ഇന്റിജേഴ്സിനും, ദാറ്റ് ഈസ് നമുക്ക് പറയേണ്ടത് ദിസ് സ്റ്റേറ്റ്മെന്റ്സ് മീൻസ് x square is equal to 2x for every integer x. ഏത് ഇന്റിജർ x എടുത്താലും x square is equal to 2x ആവോ? അല്ലേ? ഇപ്പോ 5 square is equal to 2 into 5 ആവത്തില്ലല്ലോ. 5 square not equal to 2 into 5 അല്ലേ? അത് കോൺട്രഡിക്ഷൻ അല്ലേ? ഇറ്റ് ഇസ് എ കൗണ്ടർ എക്സാമ്പിൾ ആണ്. എല്ലാത്തിനും ശരിയാണ്. ഇവിടെ മീനിങ് എന്താ? x square is equal to 2x എല്ലാ ഇന്റിജേഴ്സിനും ശരിയാവുമെന്നാണ്. എക്സിന് പകരം ഏത് ഇന്റിജർ എടുത്താലും x square is equal to 2x ശരിയാവുമെന്നാണ് പറയുന്നത്. ഇവിടെ x is equal to 5 എടുത്തപ്പോൾ തെറ്റായി അല്ലെ? x is equal to 5 എടുത്തപ്പോൾ തെറ്റായി. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ട് ചെയ്തല്ലേ? തെറ്റാണ്. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ റോങ് എന്നാ.
It is a counter example അല്ലേ? ഇത് counter example ആണല്ലോ. Therefore f is false. അടുത്ത for the universe of all integers let px, qx and rx, sx and tx. ഒരു വലിയ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഇതിലുണ്ട്. അപ്പൊ ഇത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സെക്ഷൻ അങ്ങ് അവസാനിപ്പിക്കും. കുറെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് പി ഓഫ് എക്സ്. എടേ കേൾക്കുന്നുണ്ടോ? ഇത് കേൾക്കുന്നുണ്ടോ? എടേ കേൾക്കുന്നുണ്ടോ അഭിജിത്തെ? ഹലോ ഹലോ, പി ഓഫ് എക്സ് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. യൂണിവേഴ്സ് ഓഫ് ഇന്റിജേഴ്സ് ആണ്. യൂണിവേഴ്സ് എന്ന് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് എടുത്തിരിക്കുകയാണ്. പി എക്സും ക്യൂ എക്സും ആർ എക്സും എസ് എക്സും ടി എക്സും. പി എക്സ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ക്യൂ എക്സ് ഈസ് എക്സ് ഈസ് ഈവൻ. ആർ എക്സ് ഈസ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എസ് എക്സ് ഈസ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 4. ടി എക്സ് ഈസ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 5. Write the following statements in symbolic form. At least one integer is even. അതെങ്ങനെ സിംബോളിക് ഫോം ആയിട്ട് എഴുതും? അറ്റ്ലീസ്റ്റ് വലിയ ക്വസ്റ്റ്യൻ, ഇതൊരു എല്ലാം ചെയ്യാൻ കണക്കിന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോ ഇതിന്റെ സൊല്യൂഷൻ നമ്പർ 4 അല്ലേ? Find the ഇവിടെ write the following statements in symbolic form. പറയടേ, അറ്റ്ലീസ്റ്റ് വൺ ഇന്റിജർ ഈസ് ഈവൻ. അറ്റ്ലീസ്റ്റ് വൺ ഇന്റിജർ ഈസ് ഈവൻ. അതെങ്ങനെ സിംബോളിക് ഫോമിൽ എഴുതും? ഒന്ന് പറയട്ടെ, അഭിജിത്ത് പറ. അഭിജിത്തിനെ തന്നെ ഇപ്പോൾ വിളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ഇന്റിജർ ഈസ് ഈവൻ. ഡിയോൺ പറ. ഡിയോൺ, അറ്റ്ലീസ്റ്റ് വൺ ഇന്റിജർ ഈസ് ഈവൻ എങ്ങനെ സിംബോളിക് ഫോമിൽ എഴുതും? അറ്റ്ലീസ്റ്റ് വൺ ഇന്റിജർ ഈസ് ഈവൻ. എക്സ് ഈസ് ഈവൻ എന്നുണ്ട് അല്ലേ? അപ്പോ അറ്റ്ലീസ്റ്റ് വൺ ഇന്റിജർ ഈസ് ഈവൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, there exists an x such that x is even എന്ന് പറഞ്ഞാൽ പോരെ. there exists an x such that x is even. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ ഇന്റിജർ ഈസ് ഈവൻ സിംബോളിക് ഫോം ആക്കുന്ന എങ്ങനെ? there exists an x such that there exists an x such that there exists an x such that അല്ലെ? ഒന്നാമത്തത് അല്ലെ, എയില് ഫസ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് എഴുതണോ? അറ്റ്ലീസ്റ്റ് വൺ ഇന്റിജർ ഈസ് ഈവൻ. ഇതിനെ സിംബോളിക് ഫോമിലാക്കാനാണ് പറഞ്ഞത്. കൊച്ചു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് വൺ ഇന്റിജർ ഈസ് ഈവൻ. അറ്റ്ലീസ്റ്റ് വൺ ഇന്റിജർ ഈസ് ഈവൻ. അല്ലെ, ഒരാളെങ്കിലും ഈവൻ എന്നല്ലേ എന്റെ മീനിങ്? That is and the meaning in there exists an x such that there exists an integer x. There exists an integer x such that x is even. ഇനി there exists an integer x നെയല്ലേ നമ്മൾ ഇങ്ങനെ സിമ്പിൾ കൊടുക്കുന്നത്? there exists an integer x such that x is even. x is even എന്നാണ് നമ്മൾ പി ഓ ക്യൂ ഓഫ് എക്സ് എന്ന് പേര് കൊടുത്തിരിക്കുന്നതാണ് അല്ലെ?
എക്സ് ഈസ് ഈവൻ എന്ന് വെച്ചാൽ പി ക്യൂ ഓഫ് എക്സ് ഈസ് ഈവൻ എന്ന സെന്റൻസിന് പി ക്യൂ ഓഫ് എക്സ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ക്യൂ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് ഈസ് ഈവൻ എന്നുള്ളത്. അപ്പോ there exists an x ഇങ്ങനെ സിംബോളിക് ഫോമിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയേ എഴുതിയാൽ മതി. അടുത്ത് ബി. അല്ല ബി അല്ലല്ലോ, 2 ചെയ്യണമല്ലോ. 2 എയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ നമ്പർ ഓഫ് സബ് ക്വസ്റ്റ്യൻസ് കൂടുതലെന്നേ ഉള്ളൂ, ലെങ്തി ഒന്നുമല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനെ സിംബോളിക് ആക്കണം. there exists a positive integer that is even. there exists a positive integer that is even. അതങ്ങനെ പറയൂടെ, അതിപ്പോ ഡയറക്റ്റ് ആണ്. there exists a positive integer that is even. 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 അതെങ്ങനെ സിംബോളിക് ഫോമിലാക്കാം? അപ്പൊ ഇങ്ങനെ എഴുതി കൂടെ? പോസിറ്റീവ് ഇന്റിജർ ആണ് അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതി കൂടെ? ദാറ്റ് ഈസ് there exists an integer. പോസിറ്റീവ് ഇന്റിജർ ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ കൊടുക്കാം? there exists an integer x such that ഇങ്ങനെ പറയാം. there exists an integer x such that പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ x greater than 0 and x even. ഇത്രയും പറയണമല്ലോ അല്ലെ? there exists an integer x എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ x 0ക്കാളും വലുതുമായിരിക്കണം, x even ആയിരിക്കണം. അപ്പൊ നോക്കിയേ, നമ്മൾ there exists an integer x, there exists an x such that എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആരൊന്നും ചെയ്യത്തില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്, എക്സ് ഈവനും ഉണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ പറയുന്നത് എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്താ? പി എക്സ്. എക്സ് ഈവൻ കൊടുത്തിരിക്കുന്ന പേരെന്താ? ക്യൂ എക്സ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സ് ഈവനും, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് ഈവൻ എന്നല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് ഈവൻ എന്നല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് പി എക്സ് ആൻഡ് എക്സ് ഈവൻ കൊടുത്തിരിക്കുന്ന പേര് ക്യൂ എക്സ്. ഇതല്ലേ സിംബോളിക് ഫോം? there exists a positive integer that is even. അതിനെ സിംബോളിക് ഫോമിലാക്കുമ്പോൾ there exists an integer such that x greater than 0 and x is even എന്ന് വായിക്കണം. there exists an x such that p of x and q of x അല്ലെ? p of x and q of x. അടുത്ത മൂന്നാമത്തെ എന്താ പറയണേ? ഏതിനെ സിംബോളിക് ആക്കണം? തേർഡ് ഏതിനെ സിംബോളിക് ആക്കണോടെ? നോക്ക്, എക്സ് ഈസ് ഇഫ് ആണ്. കണ്ടല്ലോ, ഇഫിൽ പറയും ഇഫ് ദെൻ ആണ്. ഇഫ് ദെൻ വന്നാൽ നമ്മൾ ഇംപ്ലിക്കേഷൻ ആണ് കൊടുക്കുന്നത്. എക്സ് ഈസ് ഈവൻ ദെൻ എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. ഇഫ് എക്സ് ഈസ് ഈവൻ ദെൻ എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. ഇഫ് എക്സ് ഈസ് ഈവൻ ദെൻ x is not divisible by 5. ഏത് x എടുത്താലും ഒന്നാണ് അല്ലേ? that is for all x. for all integers x such that if x even then x not divisible by 5. അല്ലെ? ഇപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, for every integers x ആണല്ലോ. ഇനി if x is even, x even ആണെന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്താ? x even ആണെന്ന് വെച്ചാൽ എന്താ കൊടുത്തിരിക്കുന്ന പേര്? qx അല്ലെ? ഇവിടെ tx നമ്മൾ കൊടുത്തിരിക്കുന്ന x is divisible by 5 എന്നാണ് അല്ലെ? tx നമ്മൾ കൊടുത്തിരിക്കുന്ന x is divisible by 5 ആണ്. അപ്പൊ x is not divisible by 5 എന്ന് പറയുമ്പോൾ not t ആണ്, not tx ആണ്. അപ്പോ x is even qx ആണ്. x is even if x is even അപ്പൊ qx
ഇംപ്ലൈസ് ദെൻ അല്ല ഇഫ് then ആണ് ഇഫും തെന്നും ആയതുകൊണ്ടാണ് ഇവിടെ ഇത് വന്നത് എന്താ ഇംപ്ലിക്കേഷൻ എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 5 എന്നുള്ളത് ആരാ എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 5 എന്നത് ടി എക്സ് ആണ് ഇവിടെ എന്ത് പറയുന്നത് എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 എന്നല്ലേ എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ എന്ത് കൊടുക്കും ഇതിന്റെ നെഗേഷൻ കൊടുക്കും അപ്പൊ ക്യൂ എക്സ് ഇംപ്ലൈസ് നെഗേഷൻ ടി എക്സ് ആയാലേ അപ്പോൾ if x is even then x is not divisible by 5 can be written symbolically as for all integers x such that qx implies negation tx. അടുത്ത fourth question. Fourth question പറയുന്നത് എന്താ no even integer is divisible by 5 no even integer is divisible by 5 no even integer is divisible by 5 എങ്ങനെ പറയല there exists an even integer x such that x is divisible by 5 എന്നല്ലേ അതല്ലേ അവരവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ മീനിങ് അങ്ങനെയല്ലേ there അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ there exists a positive integer അല്ലോ there exists no even integer is divisible by 5 അപ്പോൾ there exists no even integer there exists no even integer x such that x is divisible by 5 അങ്ങനെയാണല്ലോ അപ്പോൾ there exists നമ്മൾ എങ്ങനെ കൊടുക്കുമല്ലോ there exists an x കുറച്ചുകൂടി അതും കൂടി കൊടുക്കാം that is there exists an integer x അത് നോ ഈവൻ ആണ് അല്ലേ നോ ഈവൻ ആണ് പിന്നെയോ if തന്നെ ഉണ്ടോ അവിടെ no even integer is divisible by 5 അല്ലേ no even integer is divisible by 5 അപ്പോ ഈവൻ ഇന്റിജർ ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെന്നല്ലേ അപ്പൊ അതിനെ എഴുതുമ്പോ ഇങ്ങനെ എഴുതിയാൽ മതി there exists an integer x comma if x is even then x is not divisible by 5 രണ്ടിന്റെ മീനിങ് സെയിം അല്ലേ ശരിയല്ലേ there exists an integer x if x is even then x is not divisible by 5 അപ്പോ no even integer is divisible by 5 അത് മൊത്തത്തിലാ പറയുന്നത് അല്ലെ no even integer is divisible by 5 no even integer is divisible by 5 അപ്പോൾ ഇവിടെ x there exists an integer ആണല്ലോ no integer അല്ലേ അപ്പോൾ for every integer x if x is even then x is not divisible by 5 അത് മതിയല്ലോ for every ഏത് x എടുത്താലും അപ്പോൾ സിംബോളിക് ആക്കുമ്പോൾ എന്ത് വരും for every x if x is even എന്നുള്ളതിനെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത് qx implies x is not divisible by 5 ആണ് not divisible by 5 എന്ന് പറഞ്ഞാൽ എന്താണ് not divisible by 5 എന്നുള്ളത് negation of tx ആണ്
Next 5. Fifth question എന്താ? There exists an even integer divisible by 5. There exists an even integer divisible by 5. There exists an even integer divisible by 5. There exists an even integer. So there exists an integer. There exists an integer x such that there exists an integer x such that x is even and x is divisible by 5. X is divisible by 5. So there exists an integer x such that x is even. X is even നമ്മൾ എന്ത് സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്? x is even കൊടുത്തിരിക്കുന്ന സിമ്പിൾ ഏതാ? qx. And x is divisible by 5 കൊടുത്തിരിക്കുന്നത് എന്താ? tx അല്ലേ? x is divisible by 5 കൊടുത്തിരിക്കുന്നത് tx ആണ്. So qx and there exists an x, qx and tx. അടുത്ത 6th question. പറയുന്നത് if x is even and x is a perfect square, then x is divisible by 4. X is even and x is a perfect square, then x is divisible by 4. If x is even and ഇപ്പൊ അവിടെ തന്നെ ഇഫ് കണ്ടീഷൻ അകത്ത് തന്നെ, അതായത് നമ്മുടെ അസംഷൻ പാർട്ടിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. എക്സ് ഈവൻ എന്നുണ്ട്, എക്സ് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുണ്ട് അല്ലെ. ഇവിടെ ഇഫ് തന്നെയാണ്, ശ്രദ്ധിക്കണം, ഇഫ് തന്നെയാണ്. അപ്പൊ ഇഫ് പാർട്ടിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. എക്സ് ഈവൻ എന്നുണ്ട്, എക്സ് പെർഫെക്റ്റ് സ്ക്വയർ എന്നുണ്ട് അല്ലെ. then x is divisible by 4. അപ്പോ x is even and x is a perfect square. X is even and x is a perfect square അല്ലെ. For all integers x, if x is even and x is a perfect square then x is divisible by 5. For all integers x, if x is even എന്ന് പറഞ്ഞാൽ ആരാ? x even നമ്മൾ കൊടുത്തിരിക്കുന്നത് qx ആണെന്ന് തോന്നുന്നു അല്ലേ. x even qx, x is divisible by 5 tx, x is divisible by 4 എന്താ? sx. x is a perfect square rx ആണ്. അപ്പോ x is a perfect square rx ആണ്, x is divisible by 4 sx ആണ്. So if x is even എന്നുള്ളത് ആരാണ്? qx ആണ്. x is even എന്നുള്ളത് qx ആണ്. and x is a perfect square എന്നുള്ളത് rx ആണ് അല്ലേ. implies x is divisible by 5 എന്നുള്ളത് x is divisible by 5 എന്നാണോ 4 എന്നാണോ ക്വസ്റ്റ്യനിൽ? x is divisible by 4. 4 ആണ്. ഇവിടെ 4 ആണ്. അപ്പോ എന്താ വരിക? x is divisible by 4 എന്നുള്ളത് sx അല്ലേ. അപ്പോ for every x, qx and rx implies sx.
നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താ, ബി പാർട്ട് പറയുന്നത് എന്താ, ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദ 6 സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ പാർട്ട് എ, മുകളിൽ പറഞ്ഞില്ലേ അത് ട്രൂ ആണോ ഫാൾസ് ആണോ ചോദിക്കുന്നത് അല്ലെ. ഫോർ ഈച്ച് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് എ കൗണ്ടർ എക്സാമ്പിൾ. Determine whether each of the 6 statements in part A is true or false. For each false statement, provide a counter example. അപ്പോൾ പാർട്ട് എയില് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ട്രൂ ആരാണ് ഫാൾസ് ആരാണ്. അപ്പോ ഇവിടെ പറയുന്നതില് ട്രൂ ആരാ, there exists an xqx, there exists an xqx, നോക്കണേ, there exists an integer x such that x is even. അത് ട്രൂ ആണോ ഫാൾസ് ആണോ ചോദിച്ചു. there exists an x such that x is even, അത് ട്രൂ ആണോ ഫാൾസ് ആണോ. there exist എന്നേ പറയുന്നുള്ളൂ, എല്ലാവരും ഫോർ എവരി പറയുന്നില്ല, ഫോർ എവരി പറഞ്ഞെങ്കിൽ തെറ്റിയാൻ. അപ്പോൾ there exist പറയുന്നതുകൊണ്ട് 2 ഉണ്ടല്ലോ, 2 ഈവൻ ആണ്, അല്ലെങ്കിൽ 4 ഉണ്ട്, 4 ഈവൻ ആണ്, അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ എഴുതാം, പാർട്ട് ബി വരുമ്പോ ഇത് ട്രൂ ആണ് അല്ലെ, ഇത് ട്രൂ ആണ്. അടുത്തോടെ നോക്കിയ നമ്പർ 2, ഇവിടെ there exists an x px and qx, px എന്ന് വെച്ചാൽ x ഗ്രേറ്റർ ദാൻ 0, അത് there exist എന്നേ പറയുന്നുള്ളൂ. ഒരു പോസിറ്റീവ് ഉണ്ട് ആൻഡ് അത് ഈവൻ ആണ്, ഉണ്ടാവുമല്ലോ, 2 പോസിറ്റീവ് ആണ് 2 ഈവനുമാണ്, അപ്പൊ അതും എന്ത് തന്നെയാണ്, ട്രൂ തന്നെയാണ്, ഇതും ട്രൂ തന്നെയാണ്. അടുത്ത മൂന്നാമത്തെ പറയുന്നത് എന്താ, എക്സ് ഈവൻ ആണ്, എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ അല്ലെ, x is not divisible by 5. ഇവിടെ for all x, ഇവിടെ for all x x ഈവൻ ആണെങ്കിൽ x is not divisible by 5. ഏത് x എടുത്താലും x ഈവൻ ആണെങ്കിൽ x not divisible by 5 ആണ് അല്ലെ. അപ്പോ x ഈവൻ ആണെങ്കിൽ x not divisible by 5 ആണ്. അപ്പൊ നോക്ക്, എക്സ് ഞാൻ 10 എടുത്തു, എക്സ് ഡിവിസിബിൾ ബൈ 5 അല്ലേ, എക്സ് ഈവൻ അല്ലേ, എക്സ് ഇസ് ഈക്വൽ 10 എടുക്കാമല്ലോ, 10 എടുത്താൽ എന്താണ് നോട്ട് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയാൻ പറ്റുമോ, ഡിവിസിബിൾ ബൈ 5 അല്ലേ, അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ് അല്ലേ. വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സിന് 10 കൊടുക്കുക. അതുപോലെ ഇവിടെ നാലാമത്തേൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫോർ എവരി ഏത് ഇൻഡിജർ എടുത്താലും എക്സ് ഈവൻ ആണെങ്കിൽ എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 ആണ് അല്ലെ. അപ്പൊ എക്സ് ഈവൻ, ഞാൻ ഇവിടെ ഞാൻ എക്സിന് 10 എടുക്കുന്നു, എവരി ഇൻഡിജർ എക്സ് 10 ആണല്ലോ, അപ്പൊ 10 ആണ്, എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5, അതും ഫാൾസ് അല്ലേ, അതും ഫാൾസ് തന്നെയാണ്. ഇവിടെയും പുട്ട് എക്സ് ഇസ് ഈക്വൽ 10 മതി. നെക്സ്റ്റ് ഫിഫ്തില് 5 നോക്കിയേ, there exists an integer x such that x is even and x is divisible by 5. x ഈവനും ആണ്, x is divisible, there exist എന്നേ പറയുന്നുള്ളൂ, ഇല്ല ഫോർ എവരി പറഞ്ഞെങ്കിൽ തെറ്റിയാണ്, there exist എന്നേ പറയുന്നുള്ളൂ. അപ്പൊ 10 ഇവിടെ 10 ഏത് എക്സ് എടുത്താലും ഏത് ഈവൻ എടുത്താലും there exist, ഏത് വേണ്ട, കുറച്ച് 1 2 3 ഒക്കെ മതി. അപ്പോ എക്സ് ഈവൻ ആണെങ്കിൽ എക്സ് ഡിവിസിബിൾ ബൈ 5, എക്സ് 10 ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 5 ആണ്, എക്സ് 15 ആണെങ്കിൽ ഡിവിസിബിൾ അല്ല, എക്സ് ഈവൻ അല്ലെ 20 ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 5 ആണ്. എല്ലാവർക്കും വേണ്ട, there exist ആയതുകൊണ്ട് ഇത് ട്രൂ ആണ്, there exist ആയതുകൊണ്ട് ട്രൂ ആണ്. അടുത്ത് for all integers x
x ഈവൻ ആണ്, x പെർഫെക്റ്റ് ആൻഡ് x ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇംപ്ലൈസ് x ഈസ് ഡിവിസിബിൾ. രണ്ടും വേണം, x ഈവനും ആവണം, x പെർഫെക്റ്റ് സ്ക്വയർ ആവണം. അപ്പോൾ ഈവനും ആവണം, പെർഫെക്റ്റ് സ്ക്വയറും ആവണം. x ഈസ് ഡിവിസിബിൾ ബൈ 4 ആണ്, x ഈവൻ ആണ്, x പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈവനും ആവണം, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈവൻ ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരൊക്കെയാണുള്ളത്? 4 ഉണ്ട്, 16 ഉണ്ട്, 36 ഉണ്ട്, അല്ലെ? ഇവരെല്ലാവരും ഡിവിസിബിൾ ബൈ 4 അല്ലേ? ഇതും എന്താണ്? ട്രൂ ആണ്. അപ്പോ ബി പാർട്ട് പ്രത്യേകിച്ച് എഴുതേണ്ടതില്ലല്ലോ. അടുത്ത് സി പാർട്ട്. സി പാർട്ട് എന്താ പറയണേ? സി പാർട്ട് പറയുന്നത് ഇവിടെ എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിംബോളിക് റെപ്രസെന്റേഷൻ ഇൻ വേർഡ്സ്. സിംബോളിക് റെപ്രസെന്റേഷനെ വേർഡ്സിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഇവിടെ ഫോർ ഓൾ എക്സ് ആർ എക്സ് ഇംപ്ലൈസ് പി എക്സ്, അങ്ങനെ പറയാം അല്ലെ? ഫോർ ഓൾ എക്സ് ആർ എക്സ് ഇംപ്ലൈസ് പി എക്സ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ഫോർ എവരി ഇൻഡിജർ എക്സ്, ഫോർ എവരി ഇൻഡിജർ എക്സ്, ഏത് ഇൻഡിജർ എക്സ് എടുത്താലും ആർ ഓഫ് എക്സ് എന്താണ്? ആർ ഓഫ് എക്സ് എന്താ? എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെ? ഇംപ്ലൈസ് ഇല്ല, ഇഫ് എക്സ് ഈസ് എ പെർഫെക്റ്റ്, അങ്ങനെയാണല്ലോ, ഇഫ് തന്നെയാണല്ലോ. ഇഫ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ then എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ? പി എക്സ് എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ? പി എക്സ് എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ? പി എക്സ് എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ? ഫോർ എവരി ഇൻഡിജർ എക്സ്, ഇഫ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ then എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെ എഴുതിയാൽ മതി. that is if x is a perfect square, if x is a perfect square then x greater than 0. ഇത് മതി. ഇതാണ് സിയിൽ ഫസ്റ്റ് അല്ലേ? സിയിൽ സെക്കൻഡ് എന്താ പറയണേ? സിയിൽ സെക്കൻഡ് for all x sx implies qx. 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 Then the meaning in the for every integer x, for every integer x sx എന്ന് വെച്ചാൽ if sx എന്ന് വെച്ചാൽ എന്താണ്? എക്സ് എക്സിന് നമ്മൾ എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? എസ് എക്സിന് എന്താ പേര് കൊടുത്തിരിക്കുന്നത്? എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 4. എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 4. എക്സ് ഈസ്, ഇഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 4 then qx എന്താ? qx പറഞ്ഞിരിക്കുന്നത്? qx പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സ് ഈസ് ഈവൻ, then എക്സ് ഈസ് ഈവൻ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? that is if x is divisible by 4, if x is divisible by 4 then x is even. Next third, മൂന്നാമത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തത് അല്ലെ? ബി സി പാർട്ടില് തേർഡ്. സി പാർട്ടിൽ തേർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ ഓൾ എക്സ് എസ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ ടി എക്സ്. ഫോർ ഓൾ എക്സ് എസ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ ടി എക്സ്. ഫോർ ഓൾ എക്സ് എസ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ ടി എക്സ്. For all x sx implies negation dx അല്ലേ? എന്ന് വെച്ചാൽ മീനിങ് that is for every integer x, for every integer x
for every integer x എന്താ sx. what is sx? sx in tx അല്ലേ അവിടെ ഉള്ളൂ. sx എന്താ x is divisible by 4, x is divisible by 5. x is divisible by 4, x is divisible by 5 ഇല്ലേ. if x is divisible by 4, if x is divisible by 4, then അല്ലേ, if then അല്ലേ, ഇവിടെ implication അല്ലേ, sx implies negation tx അല്ലേ. അപ്പോ if x is divisible by 4, then tx എന്താ, tx x is divisible by 5, negation tx എന്താ, x is not divisible by 5, then x is not divisible by 5. ഓ അടുത്ത ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ടീച്ചർ മെസ്സേജ് ഇട്ടേക്കണം. ഒരു നിമിഷം ഇപ്പൊ തീരൂടെ, ഒരെണ്ണം കൂടി ഉള്ളൂ, നമുക്ക് തീർത്തിട്ട് പോകാം. അല്ലെ പിന്നെ അത് വെച്ചോണ്ടിരിക്കുന്ന എന്തിനാ. അപ്പൊ നാളെ അടുത്ത സെക്ഷൻ തുടങ്ങാമല്ലോ. അപ്പൊ ദാറ്റ് ഈസ് എങ്ങനെ എഴുതാൻ പറ്റും? if x is divisible by 4, then x is not divisible by 5. x is not divisible by 5. വേണ്ട, ഇനി ഒരു കാര്യം ചെയ്യും, മതി, ക്ലാസ് കഴിഞ്ഞു.